അടുത്തു പോയത്? ചതിയനാ നിങ്ങളുടെ മകൻ. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി എന്ത് ചെയ്യാൻ മടിയില്ലാത്ത നീചന് വേണ്ടി വീണ്ടും വന്ന് യാചിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? ട്രെയിനടി കൊണ്ട് തലവെക്കേണ്ടി വന്നാലും നിങ്ങളുടെ മകനെ ഞാൻ സ്വീകരിക്കില്ല. എന്റെ കരിയർ നശിപ്പിക്കാൻ നോക്കിയ അവനെ ഞാൻ ഇനിയും വിശ്വസിക്കണോ അല്ലേ? അതിലും ഭേദം ഞാൻ ഇല്ലാതാവുന്നതാ. ഇനി എന്റെ പിന്നാലെ വരരുതെന്ന് ഞാൻ മോനോട് പറഞ്ഞിട്ടുണ്ട്. അതല്ല ഇനി എന്നെ ശല്യം ചെയ്യാനാണ് ഭാവമെങ്കിൽ ഞാൻ കേസ് കൊടുക്കാൻ പോകുന്ന CM-ന് നേരിട്ടായിരിക്കും. ഇനി കോടതി കേറി ഇറങ്ങേണ്ടി വന്നാലും ഞാൻ അവനെ വെറുതെ വിട്ടില്ല. ഈ നാട്ടിൽ തന്നെ അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എനിക്കൊരു ലക്ഷ്യമുണ്ട്. അതില്ലാതാക്കാൻ ആര് ശ്രമിച്ചാലും നടക്കത്തില്ല. നീ കേട്ടല്ലോ. അതുകൊണ്ട് നീ നിന്റെ മോനോട് പോയി പറഞ്ഞേരെ, ഞങ്ങളെ ശല്യം ചെയ്യാൻ വരരുതെന്ന്. കോടികളുടെ സ്വപ്നമെല്ലാം നഷ്ടപ്പെട്ടതിന്റെ വേദന ആ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും അവസാന നിമിഷമെങ്കിലും ഈ വിവരം ഞങ്ങളെ അറിയിക്കാൻ തോന്നിയല്ലോ. ഒരുപാട് നന്ദിയുണ്ട്. ഇനി അധികം നിന്ന് വേർക്കണമെന്നില്ല മോഹന. എന്നെയും എന്റെ മക്കളെയും വെറുതെ വിട്ടേക്ക്. ചേച്ചി, ഞാൻ ഇല്ലെങ്കിൽ നഷ്ടം നിനക്ക് തന്നെയായിരിക്കും. വലിയേറി വന്നിരിക്കുക കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് സോപ്പിടാൻ വേണ്ടിട്ട്. കണ്ടോ അമ്മേ, ഇയാളെ പോലുള്ളവര് പണത്തിന് വേണ്ടി എത്ര വേണമെങ്കിലും താഴും. ഇങ്ങോട്ട് മാറിക്കോ മോളെ. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പെൺകുട്ടികളായി ഇങ്ങനെ വേണം. ഞാനും അന്തം വിട്ട് പോയി സേതുട്ടാ. ഭാനുവിന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയായിരുന്നോ? പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിച്ചേ പറ്റും മഹേശി. അല്ലാതെ വീട്ടിൽ കയറി മുറിയടച്ചിരുന്നിട്ട് കാര്യമില്ല. ഇനി ഞാനും കുറച്ച് ബോൾഡ് ആവാൻ തന്നെ തീരുമാനിച്ചു. എങ്കിലേ എനിക്ക് തളരാതെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതെ മോളെ.